ഇപ്പോൾ VHP സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ വിജി തമ്പി, ഒരു ഘട്ടത്തിൽ പറയാതിരിക്കാൻ പറ്റില്ല, രാജ്യം കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും വലിയൊരു സ്വർണ്ണ കവർച്ച എന്ന് നമുക്ക് പറയേണ്ടി വരും. സർക്കാരിന്റെ അറിവോടുകൂടിയുള്ള ഒരു സ്വർണ്ണ കവർച്ച നടന്നിരിക്കുന്നത് ശബരിമലയിലാണ്. അതിൽ ഇപ്പോൾ എ പത്മകുമാറിന് കുരുക്കുമുറുകുന്നു. എൻ വാസുവും ചോദ്യമുനയിൽ തന്നെയാണ്. എ പത്മകുമാറിന്റെ അറസ്റ്റിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്. ഈ ഒരു അറസ്റ്റ് ഉന്നതരിലേക്കുള്ള ഒരു വഴിയാകുമെന്ന് കൂടി ഒരു ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടി വരും. സ്വാമി ശരണം. ഈ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ കണ്ടത്. കാരണം ഇത് എത്രയോ കാലമായിട്ട് ശബരിമലയെ ഒരു കറവ പശുവായിട്ട് മാത്രം കാണുന്ന ഒരു സർക്കാർ, ഈ ഇടതായാലും വലതായാലും മാറി മാറി വരുന്ന സർക്കാരുകൾ ശബരിമലയെ ഒരു കറവ പശുവായി മാത്രമാണ് കാണുന്നത്. അവിടെ വരുന്ന വരുമാനത്തിൽ മാത്രമാണ് ഈ സർക്കാരുകൾക്ക് കണ്ണ്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർക്ക് ഏറ്റവും പ്രിയങ്കരായ ആൾക്കാരെയാണ് ശബരിമല ദേവസ്വം ബോർഡിലേക്ക് മെമ്പർമാരായും പ്രസിഡന്റുമായും എല്ലാം നിയമിക്കുന്നത്. അപ്പം ഇതെല്ലാം ഒരു വലിയ കള്ളത്തരത്തിന്റെ ഒരു വലിയ ഒരു കൂട്ടായ്മയാണ്. ഒരു കാട്ടുകള്ളന്മാരാണ് ശബരിമലയിലെത്തി ഇത്തരം കാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഭഗവാൻ പലപ്പോഴും ഇത് കണ്ണടച്ച് കൊടുത്തിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോ പിണറായി വിജയന്റെ കഷ്ടകാലത്തിലാണ് ശബരിമലയിലെ അയ്യപ്പ സംഘം എന്ന പേരിൽ പമ്പയിൽ ഒരു വലിയ തട്ടിപ്പ് പരിപാടി നടത്തിയത്. 5-6 കോടി രൂപ ഭഗവാന്റെ കാണിക്കയായി പാവപ്പെട്ട ഭക്തജനങ്ങൾ അർപ്പിക്കുന്ന പൈസയാണ് എടുത്ത് അവിടെ പുട്ടടിച്ചത്, അവിടെ തോന്നിവാസം കാണിച്ചത്. അവിടെ ഒരു ഭക്തരും വന്നിട്ടില്ല. അവിടെ വികസന പ്രവർത്തനത്തിന് പണം മുടക്കുന്ന ഒരാൾ പോലും വന്നിട്ടില്ല. കുറെ പാർട്ടി പ്രവർത്തകരും കുറെ മന്ത്രിമാരും കുറെ പണിയാളുകളുമാണ് അവിടെ അണിനിരുന്നത്. ഇതോടുകൂടിയാണ് ഭഗവാന്റെ കോപം ഇരട്ടിച്ചത്. ആ കോപമാണ് ഈ അയ്യപ്പ സംഗമം നടത്തുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും വലിയൊരു കാട്ടുകൊള്ള പുറത്തു കൊണ്ടുവന്നത്. ഇത് പത്മകുമാർ മാത്രമല്ല, ഇതിൽ പല ആൾക്കാരും കുടുങ്ങാനുണ്ട്. അന്നത്തെ ദേവസ്വം മന്ത്രിക്ക് ഇതിൽ പങ്കുണ്ടാവും. ആ മന്ത്രിയിലൂടെ ഇതിലും വലിയ ഉന്നതന്മാരിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. കാര്യം ഇത് ഒരു ബോർഡ് അറിയാതെ, പ്രസിഡന്റ് അറിയാതെ, ബോർഡിലെ മെമ്പർമാർ അറിയാതെ ഇത്രയും വലിയൊരു കാട്ടുകൊള്ള അന്നത്തെ ഈ പറഞ്ഞ ദേവസ്വം ബോർഡിന്റെ കമ്മീഷനായിരുന്ന വാസുവിന് നടത്താൻ കഴിയില്ല. അപ്പൊ വാസു എല്ലാത്തിനും ഒരു പ്രധാന കണ്ണി വാസുവാണ്. കാര്യം ശബരിമല അയ്യപ്പനെ എല്ലാ രീതിയിലും തകർക്കാനും ആ ക്ഷേത്ര ചൈതന്യത്തെ നശിപ്പിക്കാനും അവിടെ ഭക്തജനങ്ങളെ അകറ്റാനും ഏറ്റവും കൂടുതൽ ശ്രമിച്ച വ്യക്തിയാണ് വാസു. ഡൽഹി പോയി താമസിച്ച് ഈ പറഞ്ഞ യുവതീ പ്രവേശനത്തിന് അനുകൂലമായി അഫിഡവിറ്റ് നൽകിയ ആളാണ് വാസു. മാത്രമല്ല ഈ ഇരുട്ടിന്റെ മറവിൽ ബിന്ദു അമ്മണിയെയും കനകദുർഗയെയും ശബരിമല കൊണ്ടുവന്ന് ആചാര ലംഘനം നടത്താൻ മുന്നിൽ നിന്ന ആളാണ് വാസു. മാത്രമല്ല ഈ വാസു ഇന്ന് ഈ രണ്ട് ടൈം ദേവസ്വം കമ്മീഷണറായിരുന്നു, ഒരു ടൈം ദേവസ്വം പ്രസിഡന്റ് ആയിരുന്നു. ആ വ്യക്തിയാണ് ഇന്ന് റിമാൻഡിൽ കിടക്കുന്നത്. ആലോചിച്ച് നോക്കൂ. ഇനി അടുത്ത പത്മകുമാർ മാത്രം തീരില്ല, പലരിലേക്കും വരും. പല ആൾക്കാരും ഇതിനകത്ത് പങ്കാളികളാകേണ്ടി വരും. 2019 മാത്രമല്ല, 2025 ഈ ശ്രമം തന്നെയല്ലേ നടന്നത്. വീണ്ടും ഇളക്കി ചെമ്പുപാളി എന്ന് പറഞ്ഞ് വീണ്ടും മദിരാശിയിലേക്ക് കൊണ്ടുപോയത്. അപ്പൊ ഇതൊരു വലിയ ഒരു കാട്ടുകള്ളന്മാരുടെ ഒരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഭഗവാൻ കണ്ണു തുറന്നു, ഭഗവാൻ മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞു. ഇനി ഇവർക്കെല്ലാം പണി കിട്ടിക്കൊണ്ടേയിരിക്കും, ഒരു സംശയം വേണ്ട. ഇപ്പൊ തന്നെ മണ്ഡലകാലം ആരംഭിച്ചിട്ട് ശബരിമലയിലെ അവസ്ഥ എന്താണ്? ഓരോ ഭക്തനും കണ്ണീരോടുകൂടിയാണ് ശബരിമലയിൽ നിന്ന് മടങ്ങുന്നത്. പലരും ശബരിമലയിൽ എത്താൻ കഴിയാതെ പന്തളത്തും നിലയ്ക്കലും മാല ഊരി തിരിച്ചു പോകുന്നു, അവിടെ നെയ്യഭിഷേകം ചെയ്ത് തിരിച്ചു പോകുന്നു. എന്തൊരു കഷ്ടമാണ്! വ്രതാനുഷ്ഠാനങ്ങളോടെ ഭഗവാനെ കാണാൻ, ഒരു നോക്ക് കാണാൻ ആഗ്രഹിച്ചു വരുന്നവർ പാതി വഴിയിൽ യാത്ര മുടങ്ങുന്നു എന്ന് പറയുമ്പോൾ പിന്നെ എന്താണ് ഈ ദേവസ്വം ബോർഡ് കാണിച്ചു വെക്കുന്നത്? ഒരു മണ്ഡലകാലം ഈ ആദ്യമായിട്ടല്ലല്ലോ ഇത് സംഭവിക്കുന്നത്. കഴിഞ്ഞ മണ്ഡലകാലത്തും ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചത്. അതിന് മുന്നുള്ള മണ്ഡലകാലത്തും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. ഞാൻ ചോദിക്കട്ടെ, അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് കുടിവെള്ളത്തിന് അങ്ങനെ തന്നെയാണ്. വളരെയധികം നന്ദി. ഒരു ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേർന്നതിനെ എന്തായാലും പറയാതിരിക്കാൻ വയ്യ. വലിയ ഒരു കൊള്ളയാണ്, രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ സ്വർണ്ണക്കൊള്ള എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. സംസ്ഥാന സർക്കാരിന്റെ അറിവോട് കൂടിയുള്ള ഒരു സ്വർണ്ണക്കൊള്ള. അതിലിപ്പോൾ എ പത്മകുമാർ ചോദ്യമുനയിലാണ്. SIT സംഘം ഇപ്പോൾ തിരുവനന്തപുരത്ത് എ പത്മകുമാറിനെ ചോദ്യം ചെയ്തു വരികയാണ്. എൻ വാസു ഇന്ന് 4 മണിവരെ SIT സംഘത്തിന്റെ കസ്റ്റഡിയിലാണ് തുടരുന്നത്. വരും മണിക്കൂറിൽ പത്മകുമാറിന്റെ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പത്മകുമാറിന്റെ അറസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ചെന്നെത്തുന്നത് പാർട്ടിയിലെ ഉന്നതരിലേക്കായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.